ആചാരപരമായി നടക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നടക്കും. അതിൽ രണ്ട് കാര്യത്തിലാണ് വ്യത്യാസമുള്ളൂ. ഒന്ന്, വെടിക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കും. പ്രതീകാത്മകമായിട്ട് അവിടെ ഒരു കുഴിമനിലോ ഒരു കതിരെ മാത്രം അതാത് സമയങ്ങളിൽ പൊട്ടിക്കും. അതുകൂടാതെ കുടമാറ്റം നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്തെന്ന് ഏറ്റവും വലിയൊരു ആർഭാടം എന്ന് പറഞ്ഞാൽ കുടമാറ്റമാണ്. 60-70 സെറ്റ് കുടകൾ മാറാറുണ്ട്. അത് ചുരുക്കി ഒരു 15 സെറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. പാറമേക്കാവ് ഭഗവതി ആദ്യം വന്നിരുന്നത് ഇളഞ്ഞച്ചോട്ടിലാണെന്നാണ് വിശ്വാസം. ആ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. മതിൽക്കകത്ത് പാണ്ടി കൊട്ടുന്ന ഏക സ്ഥലം തൃശ്ശൂർ പൂരത്തിൻ്റെ ഇളഞ്ഞിത്തറ മേളം മാത്രമാണ്. അത് പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നടത്തും. ഒഴിവാക്കി കുടമാറ്റം സ്കെയിൽ ഡൗൺ ചെയ്തു. വളരെ കോഡിയലായിട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് തീരുമാനിച്ചത്. അപ്പോൾ യാതൊരു ഡിസ്പ്യൂട്ടും ഒന്നുമില്ല. സർക്കാരിൻ്റെ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു? അല്ല, അത് പൊതുവേ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പിന്നെ ഹീറ്റ് വേവിന് സാധ്യതയുണ്ട്. വെള്ളം ധാരാളം കരുതണം. ആനകൾക്ക് ഇത് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഇത് തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പ്രിയമുള്ളത് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ആൾക്കാർ കൂടുന്നുണ്ടാവും. കൂടുന്നതന്നെ പ്രതീക്ഷിക്കുന്നു. ഈ 15 മിനിറ്റ് ആണെങ്കിൽ ആ വെടിക്കെട്ടിൻ്റെ സമയത്ത് മാത്രം ആളുണ്ടാവില്ല. ബാക്കിയുള്ള സമയത്തൊക്കെ നല്ല ആളുണ്ടാവും. ഈ രാത്രി പൂരം അതുപോലെ തന്നെ നടക്കണം. പിന്നെ പിറ്റേ ദിവസത്തെ പകൽപൂരം അതും സാധാരണ നടക്കണം. മരുമണം ഈ വെടിക്കെട്ടിൻ്റെ സമയത്ത് പുലർച്ചെയുള്ള വെടിക്കെട്ട്, അപ്പോൾ ആ സമയത്ത് എന്താണ് ഒരു ഇതുപോലെ എന്താ ചെയ്യുക? അവിടെ ഒരു ഫില്ലർ എന്തെങ്കിലും ആലോചിക്കണം, എന്താ വേണ്ടതെന്നുള്ള ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. അതൊരു പേരിന് അതെ, ഒരു ചടങ്ങ് എന്ന രീതിയിൽ നടക്കണം.